ഗോപാൽജി ക്ഷണിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അമ്മയെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? കുടുംബക്കാരെ മാത്രം വിളിച്ചാൽ മതി എന്നല്ല അമ്മ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? ഗോപാൽജി ഇപ്പോ ഈ കുടുംബത്തിന്റെ ഭാഗം. സ്വപ്ന അദ്ദേഹത്തിന്റെ മരുമകളാ. നമ്മളിൽ പലരും ആ കാര്യം മറക്കുന്നുണ്ട്. സ്വപ്ന ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ താമസിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഗോപാൽജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടണ്ടേ? ഇല്ലെങ്കിൽ സ്വപ്ന കാരണമാണ് ഗോപാൽജിയുടെ കുടുംബം തകർന്നതെന്ന് നാട്ടുകാർ പറയില്ലേ? അങ്ങനെ ഒരു ചീത്തപ്പേര് നിന്റെ അനിയത്തിക്ക് ഉണ്ടാക്കി കൊടുക്കണോ? ഗോപാലൻ ഒരിക്കലും സഞ്ജയും സ്വപ്നയും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് നീ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാ മതിയോ? ഇവളെ ഗിരിയേട്ടൻ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ എല്ലാരും പറഞ്ഞത് ഗിരിയേട്ടൻ ഇവളെ ഭാര്യയായി അംഗീകരിക്കില്ലെന്നായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? നമ്മൾ നന്നായി ശ്രമിച്ചാ ഗോപാൽജിയുടെ മനസ്സ് മാറ്റാൻ കഴിയും. കുടുംബത്തിൽ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. അപ്പൊ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ ഒരവസരം ഒരുക്കാൻ പറ്റും. ഇത് നിന്റെ അനിയത്തിയുടെ ഭാവിയുടെ കാര്യ. നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി.